PR ഏജൻസി ഒരു ജില്ല കേന്ദ്രീകരിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യാൻ, അതും ദേശീയ തലത്തിൽ അത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ അഴിച്ചുവിടാൻ ശ്രമിച്ചത് അത് ചെറിയ കാര്യമല്ല, ഒറ്റപ്പെട്ട കാര്യമല്ല. കാരണം അത് മുഖ്യമന്ത്രിയുടെ പേരിലാണ് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നു. ഇത് ദേശീയ തലത്തിൽ അവർ ചർച്ചയാക്കും. നടക്കാൻ പോകുന്ന ഇലക്ഷനുകളിലൊക്കെ അത് അവർ ചർച്ചയാക്കും. അത് വളരെ മോശം. മുഖ്യമന്ത്രി ഓഫീസ് BJP നേതൃത്വം ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനൊരു സംഭവം നടത്തിയെന്നാണ് അൻവർ ആരോപിക്കുന്നത്. അങ്ങനെ BJP നേതൃത്വവും മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു അവിശുദ്ധം ഉണ്ടെന്നുള്ളത് താങ്കൾ കരുതുന്നുണ്ട്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വസ്തുതാപരമായി പുറത്തു വന്ന കാര്യങ്ങൾ തന്നെ ധാരാളം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ജനറലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുന്നതിനേക്കാൾ പ്രധാനം ഇപ്പോൾ ഈ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുന്നതിലാണ് ഇപ്പോൾ പ്രധാനം. ഇതിന് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതമില്ല. അതായത് മലപ്പുറം ജില്ല മൈനോറിറ്റിയുടെ ജില്ലയാണ്. ഇവിടെ കൂടുതൽ കേസുകൾ വരുന്നു. ഇവിടുത്തെ ആളുകൾ കൂടുതൽ ക്രിമിനൽ ആണെന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും ഒരാൾ വിവരാവകാശം കൊടുത്താൽ പോലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ലയായി മലപ്പുറം ചിത്രീകരിക്കപ്പെടാം. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കില്ലേ മൈനോറിറ്റികൾ? പിന്നെ ഇവിടെ SP ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് എല്ലാവരും പറഞ്ഞതാണ്. നിയമസഭയിലും പറഞ്ഞതാണ്. നിയമസഭയിലും ഞാൻ ഈ വിഷയം പറഞ്ഞതാണ്. അപ്പോൾ അത് അന്നത്തെ ആരോപണം തന്നെ അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ടാർഗറ്റ് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി BJP ഒരു വശത്ത് നടത്തുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു കുറച്ച് പോലീസ് ഓഫീസർമാരും അതേ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്താണല്ലോ. ഞാൻ മറുപടി പറയേണ്ടത് പോലെ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണോ യാദൃച്ഛികമായിട്ട് സംഭവിച്ചാണോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് അവരാണ്. സംഭവിച്ചു എന്നുള്ള വസ്തുതയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 8ഉം 10ഉം ഇരട്ടി പിന്നെ കേസുകൾ വരില്ലല്ലോ. മുഖ്യമന്ത്രിയെ മിസ്കോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോട്ട് ചെയ്തിട്ട് അത് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഗൗരവമുള്ള സംഗതിയാണ്. അത് PR ഏജൻസിക്ക് വലിയൊരു തെറ്റാണ്. ഒരു ചെറിയ പിന്നെ അവിടെ കൊണ്ട് അത് അവസാനിക്കില്ല. കാരണം വെച്ചാൽ നാഷണൽ ചാനലുകളും അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ഈ കമ്മ്യൂണൽ പ്രചരണത്തിൻ്റെ വക്താക്കൾ ഇത് കൊണ്ടു നടക്കും. ഈവൺ ഇപ്പോൾ നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് ഇലക്ഷനിൽ വരെ അവരത് ഉപയോഗിക്കും, ഉറപ്പാണ്. ഇല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കും, പിന്നെയാണ് കിട്ടുമ്പോൾ. അതുകൊണ്ടാണോ ഈ PR ഏജൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിച്ച് പറയുന്നത്? മന്ത്രിമാർ പറയുന്നുണ്ട്. അല്ല, ഉണ്ടെന്ന് അവരല്ലേ പറഞ്ഞത്. ഇത് ഇന്നലെ പറഞ്ഞത് PR ഏജൻസി പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നല്ലേ. ഉണ്ടെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞു? ഉണ്ടെന്ന് PR ഏജൻസി കൊടുത്തതാണ്. തെറ്റുപറ്റിയപ്പോൾ ഇന്ന് അതിന്റെ പേരും കാര്യമൊക്കെ വന്നുകൊണ്ടിരിക്കണല്ലോ. പച്ചയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് മന്ത്രിമാരുൾപ്പെടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ഇപ്പോ PR ഏജൻസിയുടെ ആവശ്യം മുഖ്യമന്ത്രിക്ക് ഇല്ല, അങ്ങനെ ഒരു PR ഏജൻസി ഇല്ല. സ്ഥിരമായി മുഖ്യമന്ത്രി എന്ന പൊളിറ്റിക്കൽ ലീഡർ PR ഏജൻസിനെ ഉപയോഗിച്ച് വർത്തമാനം പറയാറുള്ളൂ എന്നല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ ചർച്ച ആണെങ്കിൽ വന്ന ന്യൂസ് അതിന്റെ പേരും കൂടി പറയുന്നുണ്ടല്ലോ. ആ ഏജൻസി കൊടുത്താന്ന് വിശദീകരിച്ചത് അവരല്ലേ. നമ്മൾ പറഞ്ഞല്ലേ, ഏജൻസി കൊടുത്താന്ന് പറഞ്ഞത് അവരാണല്ലോ. ഈ PR ഏജൻസി മോദിയുടെ പല പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ്. അവരുടെ മാത്രം ലക്ഷ്യമായിരിക്കോ അതോ ഇത് ഈ വാർത്തകൾ പുറത്ത് വന്ന് വിവാദം കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നത്? അതിൻ്റെ അന്ന് രാത്രി ഈ ചാനൽ ചർച്ചയിൽ വന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് ഈ മുഖ്യമന്ത്രി പറഞ്ഞതിന് ന്യായീകരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്? PR ഏജൻസിയാണോ? അതെ, PR ഏജൻസി ഈ മുഖ്യമന്ത്രിൻ്റെ ഓഫീസും മുഖ്യമന്ത്രിയൊന്നും അറിഞ്ഞിട്ടല്ല PR ഏജൻസി ആണെന്ന് വാദത്തിന് വേണ്ടി ആണെങ്കിൽ തന്നെ ഇതിന് ഗൗരവം കൂടുന്ന എന്താണെന്നറിയാം. ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആണ് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വർത്തമാനകാലത്ത് ചർച്ചാ വിഷയമാണ്. കാരണം ഒരു 2.5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ക്രൈം കണക്കുകളെക്കാൾ ഇപ്പോൾ 10 മടങ്ങെന്ന് പറഞ്ഞാൽ പോരാ, 4 ഇരട്ടി 5 ഇരട്ടി ആണ് കേസ്. 40,000 കേസായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. പെറ്റി കേസ് മുഴുവൻ എടുത്ത് അതെല്ലാം കൂടി ബൈക്കിൽ പോകുമ്പോൾ ഡബിൾ ലോഡ് ഓവർലോഡുള്ളത് അങ്ങനത്തെ കേസെല്ലാം കൂടി ഇതൊരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢ ശ്രമം. അവിടെ ഇപ്പോൾ ഈ PR ഏജൻസി കൂടി കടന്നിട്ട് ഇവിടെ ഇങ്ങനത്തിലുള്ള ഒരു വളരെ മോശമായ വാർത്ത, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ള വാർത്തയും കൂടി PR ഏജൻസി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ
ആര് ചെയ്തു എന്നുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ. നമ്മൾ ഊഹിച്ച് പറയുന്നത് നിരുത്തരവാദപരമായ സമീപനമായിരിക്കും. പക്ഷേ ചെയ്തത് മഹാപാതകം. അത് പൂരം കലക്കി നേടിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്കിൽ പിന്നെ കേരളത്തിൽ നെക്സ്റ്റ് ഇവിടെ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ ഒത്തുനോക്കുന്ന മുന്നണി ഐക്യജനാധിപത്യ മുന്നണി തന്നെയാണ് അധികാരത്തിൽ വരികയും ചെയ്യും. ഈ പാണക്കാട് വന്ന് ചർച്ച നടത്തിയതിൽ അതിന് ദൃശ്യവും ഫോട്ടോ ഒക്കെ അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ചർച്ച. ഞങ്ങൾ എടുത്തു ചോദിച്ചു, ഹൈദരി തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നതാണോ? അങ്ങനെയല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ചർച്ചയ്ക്ക് വന്നു, പാണക്കാട് വന്നു എന്നാണ്. അതിന് ദൃശ്യങ്ങളൊക്കെ മന്ത്രിയുടെ കയ്യിലുണ്ടെന്നാ പറയുന്നത്. സാധ്യതയില്ല. മലപ്പുറത്തെ മീഡിയക്കാരെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പാണക്കാട് നടക്കും. പാണക്കാട് എന്ന് പറഞ്ഞാൽ എപ്പോഴും സുതാര്യമായി തുറന്നു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമല്ലേ, ഓപ്പണാണ്. അവിടെ പിന്നെ രഹസ്യമായ വിസിറ്റ് സാധ്യമല്ല. കെ സുരേന്ദ്രൻ വിചാരിച്ചാലും നടക്കൂല. കെ സുരേന്ദ്രൻ വന്നാ പറഞ്ഞ ഇല്ല, എന്റെ അറിവിലില്ല. പിന്നെ മാത്രം അങ്ങനെയല്ല, അങ്ങനെ ഒരു സംഭവം. കാരണം എന്താ വെച്ചാൽ അത് ആരോപണ വിധേയർ തന്നെ പിന്നെ അന്വേഷണം നടത്തിയാൽ വിശ്വസിക്കാൻ പറ്റും. അതിപ്പോ അത് കാര്യമില്ല. കള്ളപ്പാര താക്കോൽ ഏൽപ്പിക്കുന്ന വരികയാണ് എന്ന് പറഞ്ഞത് ഒരു സംശയം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, മലപ്പുറം ബേസ് ആയിട്ടൊരു പാർട്ടി വരികയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിനോടുള്ളൊരു നിലപാട് ഇപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ചർച്ച ചെയ്യുമെന്നുള്ളതാണോ? 4-ാം തീയതിയാണ് സഭ തുടങ്ങുന്നത്. അന്ന് വയനാട് ദുരന്തത്തിൻ്റെ ഒക്കെ വെച്ച് സമയം കിട്ടും. അന്ന് തന്നെ ഇൻഫോർമൽ ചർച്ച ഉണ്ടാവും. ഔദ്യോഗികമായിട്ട് UDF പിന്നീടായിരിക്കാം മറ്റോ കൂടുന്നു. വിഷയമില്ലാത്തത് കൂടുന്നുണ്ട്. ഈ നിയമസഭാ സമ്മേളന കാലത്ത് തന്നെ ചർച്ച ചെയ്യും. ഞങ്ങളെ സെറ്റപ്പ് കണ്ടിട്ട് വയനാട് ദുരന്തത്തിന് വേണ്ടി ഒന്ന് ആഹ്വാനം ചെയ്തപ്പോൾ വന്ന പ്രതികരണം കണ്ടില്ല. ഒരു അണിക പാർട്ടിക്കല്ലാതെ സാധിക്കും. വയനാട് ദുരന്തത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. അതുകൊണ്ട് സാധിക്കൽ വിദ്യാർത്ഥികൾ ഒരു ആഹ്വാനം കൊടുത്തു. അതിന് വേണ്ട ഫണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പേ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി റെഡിയാക്കിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. സേവന രംഗത്തൊക്കെ ഈ ഗവൺമെന്റിനേക്കാൾ മുന്നേ ലീഗ് ഉണ്ട്, പക്ഷെ സമരത്തിന് അത്ര സജീവമല്ല എന്നുള്ളൊരു ആരോപണം. അത് നിങ്ങളെ വ്യാഖ്യാനമാണ്. ആളെ പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സംഘടനാപരമായിട്ട് പോകുമ്പോൾ നിങ്ങൾ വ്യാഖ്യാനം ഓരോരോ കഥകൾ പോരടിച്ച് നിങ്ങൾ തന്നെ ഇറക്കുക, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ഇറക്കിപ്പിക്കുക, എന്താ അത് ക്യാൻസൽ ചെയ്തു പറയാം. അങ്ങനെയൊക്കെ നിങ്ങൾ കഥകളുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല. ലീഗ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒക്കെ ഒരു പാർട്ടി. അതാണ് വയനാട് ദുരന്തത്തിൻ്റെ കാര്യം പറഞ്ഞത്. വയനാട് ദുരന്തം നടന്നിട്ട് 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഞാനവിടെ എത്തി. ഞങ്ങൾ അവിടുത്തെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് അവിടുന്ന് മടങ്ങിയിട്ടോ ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് അതിനോടുള്ള സമീപനം അതിൻ്റെ നയപരിപാടികളും കാര്യങ്ങളും വെച്ച് ആയിരിക്കും ഏത് മുന്നണിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും ചർച്ച ചെയ്യുക. ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടും ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ UDF തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും അസംബ്ലിയോടനുബന്ധിച്ച്. അപ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ച് ഒന്നിച്ചൊരു അഭിപ്രായം യോഗത്തിന്റെ മുമ്പ് വണ്ടിയുടെ മുമ്പ് പിന്നെ ചാക്കിൽ കൊണ്ടേ കുതിരക്ക് അല്ല, അതല്ല, അതൊക്കെ ആർക്കും സ്വാതന്ത്ര്യമില്ല. പാർട്ടി ഇല്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അതുപോലെ തന്നെ പാർട്ടി രൂപീകരിക്കാൻ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. അതിൻ്റെ നയം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. LDF-നെ എതിർക്കാം, UDF-നെ എതിർക്കാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഏത് തലത്തിലാണ് അതിനെപ്പറ്റി ഒരു ആലോചന ഉണ്ടായതെന്നും അത് എഴുതിയുണ്ടാക്കി PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ തിരികെ കയറ്റിയത് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് അവരാണ്. ആലോചന ഉണ്ടായിരിക്കുന്നു. അതിന് തന്നെയല്ലേ നമ്മൾ സാധാരണ ഗൂഢാലോചന എന്ന് പറയുന്നത്. ഗൂഢാലോചന നടത്തിയതാരാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. രണ്ടുണ്ട്. ഞാൻ അന്നേ പറഞ്ഞാണല്ലോ, രണ്ടുമുണ്ട്. ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ വേണം. 1. 2, ഈ PR ഏജൻസി ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവർക്കെതിരെ നടപടി വേണം. കാരണം ഇല്ലാത്ത കാര്യമാണ്. ഇന്നലെ VF റഹ്മാൻ പറഞ്ഞിരുന്നു BJP നേതാക്കൾ പാണക്കാട് എത്തി ലീഗ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുണ്ട്. താങ്കൾ
അതല്ലാതെ പിന്നെ വന്നതായി ഞാൻ അറിയില്ല. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.